എനിക്ക് ഇച്ചിരി ഇറച്ചി കിട്ടി കേട്ടോ, ആട്ടിറച്ചി. അപ്പം ഞാൻ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് കാണിച്ചു തരികയാണ്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ. ഞാൻ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എന്നിവയെല്ലാം അങ്ങ് ഒരുമിച്ച് അരിഞ്ഞു വെച്ചതിന് ശേഷം ആ എണ്ണയുടെ കളർ എന്താണെന്ന് അറിയുന്നില്ല, ഇച്ചിരി ഇറച്ചി പൊരിച്ചായിരുന്നു. അപ്പം ബാക്കി എണ്ണ വന്നു. ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഇറച്ചി ഉണ്ടല്ലോ, അതന്നേരം അതിനകത്തിട്ട് കൂട്ടാൻ വയ്ക്കാം. ദിവസങ്ങളോളമൊന്നും വെച്ച് ഉപയോഗിക്കരുത്, മസാല എണ്ണയല്ലേ, നമ്മുടെ ശരീരത്തിനൊന്നും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതിപ്പോൾ നല്ലതായിട്ട് അങ്ങ് മൂപ്പിച്ച്, പിന്നെ മല്ലിപ്പൊടി എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയല്ലേ, മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മളത് പറഞ്ഞ് അതൊരു ഒരു രസമില്ലാത്ത കണക്ക്. പിന്നെ ഈ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നല്ലതുപോലെ മൂപ്പിച്ച്, എന്നിട്ട് കുക്കറിനകത്തോട്ട് ഈ ഇറച്ചി പുരട്ടിയൊക്കെ വെച്ചായിരുന്നു. പുരട്ടി വെച്ചതിന് വീഡിയോ എടുത്ത് കേട്ടോ, പക്ഷേ ഇടാൻ പറ്റിയില്ല. അതിൻ്റെ ഇറച്ചിക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൂടി ചേർത്താണ് വെച്ചത്. എല്ലാവരും പറയാം ആട്ടിറച്ചിയൊക്കെ പ്രത്യേക ഏതോ വലിയ രീതിയിലാണ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂപ്പിച്ച് ഇറച്ചി വേവിച്ച് കുക്കറിനകത്ത് വേവിച്ച്. എപ്പോഴും പറയുന്നത് ഇറച്ചി വേവിക്കാൻ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ആണ്. നമ്മളിങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കണ്ട ഇളക്കി. ഇത് ഞങ്ങളുടെ ടിഫിൻ ബോക്സാണ്, അതായത് ലഞ്ച് ബോക്സ്. എന്താ എനിക്ക് മോക്കും ഉള്ളതാണ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്.